ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഏകദേശം 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ഫോണിൽ എങ്ങനെ RP പോലത്തെ ഒരു ഗെയിം കളിക്കാമെന്ന്. അപ്പോൾ ആ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിരുന്നു അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റോഡ് ടു 3K സബ്ബാണ്. അതിനു മുമ്പ് പാർട്ട് 1 വീഡിയോ കാണാത്തവർ വേഗം പോയി പാർട്ട് 1 കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഗെയിമിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറേ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാണുന്നതാണ് മിഷൻസ്. ഫസ്റ്റ് തന്നെ ഒരു സ്കൂട്ടർ വാങ്ങാനാണ്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ഇറങ്ങുന്നത് അവിടെ തന്നെ നിങ്ങൾക്ക് സ്കൂട്ടർ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഒരു സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇപ്പോൾ രണ്ടാമത്തെ മിഷൻ എന്ന് പറഞ്ഞാൽ ബിക്കം എ സിറ്റിസൺ. നമ്മൾ ഈ സിറ്റിയിലൊരു സിറ്റിസൺ ആവുക എന്നാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് നേരെ വരെ ഗവൺമെൻറ് ഹൗസിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ താഴത്തെ കാണുന്നൊരു ഓപ്ഷൻ കണ്ടോ, മാർക്ക് ഗവൺമെൻറ് ഹൗസ് ഓൺ ദ മാപ്പ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് പോകാനുള്ള റൂട്ട് കറക്റ്റായിട്ട് ഈ സൈഡിലെ മാപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഗവൺമെൻറ് ഹൗസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് നേരെ അങ്ങോട്ട് പോകാം. എന്നിട്ട് ഇവിടെ പോയി ചുമ്മാ വാതിലിൻ്റെ പോയി നിന്നാൽ മതി, നമ്മൾ നേരെ അകത്തേക്ക് പോയിക്കോളും. അപ്പോൾ നമ്മൾ അകത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ കാണുന്ന അങ്ങോട്ട് ചെന്നാൽ മതി. ജസ്റ്റ് അവിടെ ചെന്നിട്ട് ഹാവ് എ ടോക്ക് അത്രയും നമുക്ക് കൊടുത്താൽ മതി. നമുക്ക് ഇത് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഹിന്ദിക്കാരും ഇംഗ്ലീഷുകാരും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ഒരു മലയാളിനെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഗെയിം നേരത്തെ കളിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ആ ഒരു മിഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ജോബാണ്. നമ്മൾ മറ്റേ മൈനിൽ പോയി ജോബ് ചെയ്യണം. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം കാര്യം തന്നെ ഇവിടെയും ചെയ്താൽ മതി. മറ്റേ മാർക്ക് ഓൺ ദ മാപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് നേരെ അങ്ങോട്ട് പോകാനുള്ള റൂട്ട് സൈഡ് മാപ്പിൽ കാണിക്കും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നേരെ ആ റെഡ് സോൺ കണ്ടോ, അവിടെ പോയി നിൽക്കുക. എന്നിട്ട് അവിടെ കാണുന്ന ആളിനോട് ചെന്ന് ചെല്ലുക, ഗെറ്റ് എ ജോബ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ജോലി കിട്ടിയിട്ടുണ്ട്. അവരുടെ ആ ഓറഞ്ച് ഡ്രസ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മൈനിലേക്ക് പോകാം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നീങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റും. എൻ്റെ ഒപ്പം വേറൊരാളും കൂടി ഉണ്ട്. ഞാൻ കുറേ മൈക്കൊക്കെ ഓണാക്കി നോക്കി, പക്ഷേ അയാൾ സംസാരിച്ചില്ല. അപ്പോൾ നമുക്ക് നേരെ മൈനിൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി, നമ്മൾ ഏതെങ്കിലും മൈനിലേക്ക് പോകും. ഓരോ മൈനിൽ എന്തോരം ആൾക്കാരുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പം വന്ന ആൾ പോയ മൈനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മൈനിൻ്റെ ഉൾവശത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ കാണുന്ന റെഡ് കണ്ടോ, അവിടെ പോവുക. ജസ്റ്റ് സെലക്ട് കൊടുക്കുക, സ്റ്റാർട്ട് വർക്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കാണും. അത് നോക്കുമ്പോൾ അവിടെ ഞെക്കിയാൽ മതി. എന്നിട്ട് എൻഡ് കൊടുക്കുക. കൈ കിട്ടിയ സാധനം എടുത്ത് വെയർ ഹൗസിലേക്ക് പോവുക. അത്രേ ഉള്ളൂ. വർക്ക് സിമ്പിളാണ്. ഈ കാണുന്നതാണ് വെയർ ഹൗസ്. അപ്പോൾ നിങ്ങൾ ഈ സാധനം ഇവിടെ കൊണ്ട് വയ്ക്കുക. എന്തോരം KG ഐറ്റം കിട്ടിയെന്നും എത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയെന്നും നിങ്ങൾക്ക് കാണിക്കും. എന്നിട്ട് ഇത് തന്നെ നിങ്ങളുടെ മിഷൻ തീരുന്ന വരെ റിപ്പീറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മിഷൻ ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എത്ര KG ഐറ്റംസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് ഫുള്ള് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ മിഷൻ കംപ്ലീറ്റ് ആക്കണം. എന്നിട്ട് മിഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് നേരെ ആദ്യം ചെന്ന് ജോബ് ചോദിച്ച ആളല്ലേ, അയാളുടെ അടുത്തേക്ക് വീണ്ടും പോകണം. എന്നിട്ട് ക്വിറ്റ് യുവർ ജോബ് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ അത്ര നേരം പണിയെടുത്ത കാശ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ആ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയുള്ള എല്ലാ മിഷൻസും ജോബ് ചെയ്യാനാണ്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കാനുള്ളൂ. അത് മസ്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കണം, എന്നാലേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള മിഷൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും പോയി ജോബൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമ്മുടെ സ്കൂട്ടർ കാണില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ല ഈ സമയം വീഡിയോ ചെയ്യുമ്പോൾ. ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടാക്സിനൊക്കെ വിളിച്ചു വരുത്താം. പക്ഷേ ഫോണില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഫോണൊക്കെ എടുക്കണമെന്നുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയെന്ന് എനിക്ക് അറിയാം. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. ഓക്കെ, ബൈ.